തിരുവനന്തപുരം കാലടിയിൽ മഴയിൽ തകർന്ന വീടുകൾ വാസയോഗ്യമാക്കി നൽകി നേമം എം.എൽ.എ. രാജീവ് ചന്ദ്രശേഖർ. നിർമ്മാണ സ്ഥലത്തെത്തിയ എം.എൽ.എ. നാട്ടുകാർ മധുരം നൽകിയും ഷാൾ അണിയിച്ചുമാണ് സ്വീകരിച്ചത്. ജയിച്ചത് ജനങ്ങളെ സേവിക്കാനെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. നേമം മണ്ഡലത്തിലെ കാലടി ഭാഗത്ത് മഴക്കെടുതിയിൽ തകർന്ന 3 വീടുകളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തുകയായിരുന്നു എം.എൽ.എ. രാജീവ് ചന്ദ്രശേഖർ. മഴക്കെടുതിയിൽ നഷ്ടമായ വീടുകൾ എം.എൽ.എയുടെ ഇടപെടലിനെ തുടർന്നാണ് വാസയോഗ്യമാക്കിയത്. നിർമ്മാണ സ്ഥലത്തെത്തിയ അദ്ദേഹത്തിന് നാട്ടുകാർ മധുരം നൽകിയും ഷോളണിയിച്ചും സ്വീകരിച്ചു. മഴക്കെടുതിയിൽ പഠനോപകരണങ്ങൾ നഷ്ടപ്പെട്ട ഈ വീടുകളിലെ കുട്ടികൾക്ക് ബാഗും ബുക്കുകളും രാജീവ് ചന്ദ്രശേഖർ നൽകി. തന്നെ ജനങ്ങളെ എം.എൽ.എ. ആയി തെരഞ്ഞെടുത്തത് അവർക്ക് സേവനം ചെയ്യാനാണെന്നും താൻ അതിന് സദാ ബാധ്യസ്ഥനാണെന്നും നേമം എം.എൽ.എ. രാജീവ് ചന്ദ്രശേഖർ. അത് വിചാരിച്ചിട്ടും അത് ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ജനങ്ങൾ എനിക്ക് ഒരു അവസരം തന്നത്. അപ്പോൾ ആ അവസരം കിട്ടിയപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇന്നും അതന്നെ പറഞ്ഞത്. ഞാൻ 5 കൊല്ലം എനിക്ക് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, 100% ചെയ്യും. നന്നായിട്ട് അധ്വാനിക്കും. ഞങ്ങളുടെ ടീമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. വീട് വാസയോഗ്യമാക്കി നൽകിയതിന് വീട്ടുടമകൾ എം.എൽ.എക്ക് നന്ദി അറിയിച്ചു. പിന്നെ അവർ ചെയ്യാന്ന് പറഞ്ഞ് ഷീറ്റ് ഇട്ട് തന്നത് ഉപകാരം തന്നെയാണ്, സന്തോഷമല്ലേ. അതിൽ വേറെ എന്തോന്ന് പറയാൻ. അതൊരു വലിയ സഹായം, അത് ചെറിയ സഹായമല്ല. അവർ ഷീറ്റ് ഇട്ട് തന്നത് നമുക്ക് വലിയ സഹായം തന്നെ. എം.എൽ.എ. വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ആൾക്കാരെ വിളിച്ച് ഷീറ്റ് ഇട്ട് പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഷീറ്റ് ഇട്ട് തന്നു. നഷ്ടമായവയ്ക്ക് പകരം പുതിയ ബാഗും ബുക്കും കിട്ടിയ കുട്ടികളും ഹാപ്പി. കാലടി വാർഡ് കൌൺസിലറും നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മഞ്ജു GS ബി.ജെ.പി. പ്രവർത്തകരും രാജീവ് ചന്ദ്രശേഖറിന് ഒപ്പമുണ്ടായിരുന്നു. ജനം, തിരുവനന്തപുരം.